കഴിഞ്ഞ വീഡിയോ എവിടെ നിന്ന് നിർത്തി അവിടെ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ. അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മാവ് നമ്മുടെ ഓരോ ബൗളിലാക്കിയിട്ട് 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. ഫുള്ള് ഒഴിക്കരുത്, 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. അതിനിടയിൽ നമ്മുടെ കുരുപ്പ് എനിക്ക് 8ൻ്റെ പണി തരുന്നുണ്ട്, അത് കാര്യമാക്കരുത്. നമ്മുടെ മാവ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അതിപ്പോൾ ഞാൻ കുറച്ച് ബൗളേ എടുത്തിട്ടുള്ളൂ, അത് കാരണം താഴത്തെ ലെയറിൽ മാത്രം എനിക്ക് വേണ്ടി വന്നുള്ളൂ. വെന്ത ഇഡ്ഡലി ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിന് മേലെയാണ് കേട്ടോ വെക്കേണ്ടത്. ചൂടാറിയതിന് ശേഷം ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മുടെ ഇഡ്ഡലിയുടെ സൈഡ് കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി ആ ബൗളിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നമ്മുടെ ബൗൾ ഏത് ഷേപ്പിലാണോ ഉള്ളത് അതുപോലുള്ള ഷേപ്പിൽ തന്നെയാണ് നമുക്ക് ഇഡ്ഡലി കിട്ടിയത് കേട്ടോ. പക്ഷെ നല്ല സോഫ്റ്റായിട്ട്, നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.